നമസ്കാരം. നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള, എന്നാൽ നമ്മൾ അധികമാരും തുറന്ന് സംസാരിക്കാത്ത വളരെ കൗതുകകരമായൊരു കാര്യമാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. യാതൊരു നിബന്ധനകളുമില്ലാതെ ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ നല്ലൊരു കാര്യം പറയുകയോ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു ചമ്മലോ അല്ലെങ്കിൽ ഒരു തരം കുറ്റബോധമോ തോന്നാറില്ലേ? ഇതിന് പിന്നിലെ ആ രഹസ്യം എന്താണെന്ന് നമുക്കിന്ന് ഡീകോഡ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ വളരെ അടുത്തൊരു സുഹൃത്തോ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിങ്ങളെ ഒന്ന് സഹായിച്ചു എന്ന് കരുതുക. ആ നിമിഷം സന്തോഷിക്കുന്നതിന് പകരം അയ്യോ ഇവർക്ക് തിരിച്ചെന്ത് ചെയ്തു കൊടുക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിരുന്നില്ലേ? ആ ഒരു കടം വീട്ടണമെന്ന ആ തീവ്രമായ തോന്നൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ വിചാരിക്കുന്നത് നിങ്ങളുടെ ഈ പെരുമാറ്റം വലിയ എളിമ കൊണ്ടാണെന്നാണ്, അല്ലേ? ഒന്നും ആഗ്രഹിക്കാത്ത വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ പറഞ്ഞേക്കാം. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് വേറൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് എളിമയല്ല, മറിച്ച് വാത്സല്യവും സ്നേഹവും സ്വീകരിക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ് എന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. അപ്പോ ഇതിന്റെ പിന്നിലെന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങൾ, അറ്റാച്ച്മെന്റ് റിസർച്ചുകൾ, പിന്നെ നമ്മുടെ തലച്ചോറിന്റെ ചില ഒളിഞ്ഞിരിക്കുന്ന അതിജീവന തന്ത്രങ്ങൾ. ഇതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലെ ഈയൊരു പ്രശ്നം ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒന്നല്ല കേട്ടോ. ഇതിന്റെ തുടക്കം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചുറ്റുപാടുകളിൽ നിന്നും തന്നെയാണ് ആരംഭിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിച്ചിരുന്നത് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിന് കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് സ്നേഹം വെറുതെ കിട്ടില്ല, നല്ല മാർക്ക് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മുതിർന്നവരെ എന്തെങ്കിലും സഹായിക്കുമ്പോഴോ മാത്രം കിട്ടുന്ന ഒരു സമ്മാനമായി സ്നേഹം മാറുന്ന അവസ്ഥ. ഓർമ്മയുണ്ടോ അത്തരം സാഹചര്യങ്ങൾ? ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ തലച്ചോർ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും. മറ്റുള്ളവർക്ക് കൃത്യമായി എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന വളരെ തെറ്റായ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സ് അപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ കുട്ടിക്കാലത്തെ ബ്ലൂ പ്രിന്റ് നിങ്ങൾ വലുതാകുമ്പോഴും നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു പ്രത്യേകതരം പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യാതൊരു കാരണവുമില്ലാതെ ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ. ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്ന് വിളിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഓടി നടക്കുന്ന നിങ്ങൾക്ക് വേറൊരാളിൽ നിന്നുള്ള ഏറ്റവും ചെറിയൊരു സഹായം പോലും വലിയൊരു ഭാരമായി തോന്നും. അത് അർഹിക്കാത്ത വലിയൊരു കടമായി നിങ്ങളുടെ തലച്ചോറ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ പിന്നെ തീർന്നു. ആ കടം ഉടനടി തിരികെ നൽകാനുള്ള ഒരു വഴി കണ്ടെത്തുന്നതുവരെ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ആ കടം വീട്ടിയാൽ മാത്രമേ തലച്ചോറിന് ശാന്തമാകാൻ കഴിയുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുമോ എന്നൊക്കെയുള്ള തീവ്രമായ പേടിയാണ് ഇതിന് പിന്നിലെന്ന് അറ്റാച്ച്മെന്റ് റിസർച്ചുകൾ പറയുന്നു. ഇതുകൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങളെ എപ്പോഴും ചെറുതാക്കി കാണാനും ചെറിയൊരു സഹായം ചോദിക്കാൻ പോലും നിരന്തരം മാപ്പു പറയാനും നിങ്ങൾ നിർബന്ധിതരാകും. ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ വന്നാൽ അത് നിങ്ങൾക്ക് വളരെ അപരിചിതമായ എന്തോ ഒന്നായി അനുഭവപ്പെടും. ഇനി ഇതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റായി, അതായത് അതിജീവനത്തിനായുള്ള ഒരു തന്ത്രമായി മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്നവരെപ്പോലെ പെരുമാറാൻ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ നിർബന്ധിതരാക്കിയിട്ടുണ്ടെങ്കിൽ. ഇവിടെയാണ് പാരന്റിഫിക്കേഷൻ എന്ന പ്രതിഭാസം വരുന്നത്. ശരിക്കും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ സ്വന്തം ആവശ്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചുമലിലേറ്റാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന വളരെ വലിയൊരു ഭാരമാണിത്. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായ പിന്തുണ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? സ്വന്തം പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ നിങ്ങൾ പഠിക്കും, അല്ലേ? ഡെവലപ്മെന്റൽ സൈക്കോളജി പറയുന്നത് ഇത് കാരണം വലുതാകുമ്പോൾ മറ്റാരിൽ നിന്നും ഒരാശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെ നിങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നാണ്. ഈയൊരു അവസ്ഥ നിങ്ങളെ നേരിട്ട് സർവൈവൽ ഇൻഡിപെൻഡൻസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. നിങ്ങളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാനോ ആരെങ്കിലും വന്നാൽ അതൊരു വലിയ അപകടസൂചനയായി നിങ്ങളുടെ തലച്ചോർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാല്, മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം വിലയെ നിങ്ങൾ അളക്കുന്ന രീതിയെ തന്നെ ഈയൊരു ട്രോമ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ട്രോമ ബാധിച്ച മനസ്സ് ഞാനിപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കും.
ബന്ധങ്ങളിൽ സേഫായിരിക്കാനുള്ള ഒരേയൊരു വഴി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുക മാത്രമാണെന്ന് നിങ്ങളുടെ തലച്ചോറങ്ങ് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നോ വെറുതെ ഇരിക്കുന്നതോ ഒന്ന് വിശ്രമിക്കുന്നതോ ഒക്കെ നിങ്ങളിൽ കടുത്ത ഉത്കണ്ഠ ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ഉപയോഗപ്രദമാവുക എന്ന് കെണി എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി എന്തെങ്കിലും സാമ്യം തോന്നിയോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ തലച്ചോറിനെ നമുക്കൊന്ന് റീവയർ ചെയ്യാം എന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല കേട്ടോ. സ്നേഹം സ്വീകരിക്കാനുള്ള ഈ ബുദ്ധിമുട്ട് വെറുമൊരു പഠിച്ചെടുത്ത അതിജീവന തന്ത്രം മാത്രമാണ്. അതൊരു സ്ഥിരമായ സ്വഭാവദൂഷ്യമൊന്നുമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. അതാണ് മാറ്റത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ ആദ്യത്തെ പടി. ഈ വരികൾ കേൾക്കുന്നത് കേട്ടോ, നിങ്ങളുടെ സ്വന്തം വിലയിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നതിലല്ല, ശരിയല്ലേ? സ്നേഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നിരന്തരം കഷ്ടപ്പെടുകയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയോ ചെയ്യേണ്ട യാതൊരാവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളായതുകൊണ്ട് മാത്രം സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. അപ്പോൾ ഈ സർവൈവൽ മോഡിൽ നിന്ന് നമുക്കിനി പുറത്തു കടക്കാം. സൗജന്യമായ സ്നേഹമെന്നത് തികച്ചും സുരക്ഷിതമാണെന്ന് അംഗീകരിക്കുക. ഈ പഴയ ശീലങ്ങളെ ഡീകോഡ് ചെയ്ത് തലച്ചോറുണ്ടാക്കുന്ന ഈ ഇല്ലാത്ത കടങ്ങൾ വീട്ടുന്നത് നിർത്തി നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്നേഹം സ്വീകരിക്കാൻ തുടങ്ങുക. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ തലച്ചോറുണ്ടാക്കി വെച്ച ആ ഇല്ലാത്ത കടങ്ങളെല്ലാം മാറ്റിവെച്ച് യാതൊരു നിബന്ധനകളുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങളെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.